ഇറാഖിലെ അതിശക്തമായ സായുധ ഗ്രൂപ്പുകളിലൊന്നായ കതീബ് സയ്യിദ് അൽ ഷുഹദയുടെ അമരക്കാരനാണ് അബു അല അൽ വലായ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പശ്ചിമേഷ്യയിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ നടന്ന ഡ്രോൺ ആക്രമണങ്ങൾക്ക് പിന്നിലെ ബുദ്ധി കേന്ദ്രം ഇദ്ദേഹമാണെന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം വിശ്വസിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വലായ് ഇറാഖിൽ ഇറാന്റെ സ്വാധീനം വർദ്ധിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന വ്യക്തിയാണ്. 2013 രൂപീകൃതമായ കതീബ് സയ്യിദ് അൽ ഷുഹദയുടെ സെക്രട്ടറി ജനറലായി ഇദ്ദേഹം തുടക്കത്തിൽ സിറിയയിലെ ഭരണകൂടത്തെ സഹായിക്കാനാണ് സായുധ സേനയെ നയിച്ചിരുന്നത്. എന്നാൽ ഇന്ന് മേഖലയിലെ അമേരിക്കൻ സ്വാധീനത്തെ വേരോടെ പിഴുതെറിയുക എന്ന ലക്ഷ്യത്തിലൂന്നിയാണ് മുന്നോട്ട് പോകുന്നത്. ഇറാഖിലെ US താൽപര്യങ്ങൾക്കും സൈനികർക്കും നേരെ വലായ് ഉയർത്തുന്ന ഭീഷണി ചെറുതല്ല എന്ന് ബോധ്യപ്പെട്ടതോടെയാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അബു അല അൽ വലായെക്കുറിച്ചോ അയാളുടെ ഒളിത്താവളത്തെക്കുറിച്ചോ കൃത്യമായ വിവരം നൽകുന്നവർക്ക് $10 മില്യൺ ഇനാമായി നൽകുമെന്നാണ് പ്രഖ്യാപനം. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ റിവാർഡ്സ് ഫോർ ജസ്റ്റിസ് പദ്ധതിയിലൂടെയാണ് ഈ സുപ്രധാന പ്രഖ്യാപനം എത്തിയിരിക്കുന്നത്. ഹാഷിം ബനിയാൻ അൽ സറാജി എന്നാണ് യഥാർത്ഥ പേര്. യുവാവായിരിക്കെ ഇസ്ലാമിക് ദവാ പാർട്ടിയിലൂടെ രാഷ്ട്രീയത്തിൽ സജീവമായി. അന്നത്തെ ഇറാഖ് ഭരണാധികാരി സദ്ദാം ഹുസൈനെതിരെയുള്ള പ്രവർത്തനങ്ങളുടെ പേരിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. ആദ്യം വധശിക്ഷയാണ് വിധിച്ചതെങ്കിലും പിന്നീട് അത് ജീവപര്യന്തമായി കുറച്ചു. 10 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം 2002 ജയിൽ മോചിതനായത്. 2003 അമേരിക്ക ഇറാഖ് അധിനിവേശം നടത്തിയതോടെ വലായ് തന്റെ പോരാട്ടം അമേരിക്കയ്ക്ക് നേരെ തിരിച്ചു. ഷിയ പ്രതിരോധ ഗ്രൂപ്പുകളുടെ ഭാഗമായ അദ്ദേഹം ഇറാന്റെ പിന്തുണയുള്ള മിലീഷ്യകളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. പ്രമുഖ മിലീഷ്യ ഗ്രൂപ്പായ കതീബ് ഹിസ്ബുള്ളയിൽ അംഗമായിരിക്കെ അമേരിക്കൻ സൈന്യം അദ്ദേഹത്തെ വീണ്ടും തടവിലാക്കി. 2011 അമേരിക്കൻ സൈന്യം ഇറാഖ് വിട്ടു പോയപ്പോഴാണ് അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. പിന്നാലെ 2013 കതീബ് ഹിസ്ബുള്ളയിൽ നിന്ന് വേർപിരിഞ്ഞ് കതീബ് സയ്യിദ് അൽ ഷുഹദ എന്ന സായുധ സംഘടന രൂപീകരിക്കുകയായിരുന്നു. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ പിന്തുണയോടെയും പരിശീലനത്തോടെയുമാണ് ഈ സംഘടന സ്ഥാപിതമായത്.